ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിക്കുന്ന ഡീക്കൻ അച്ഛന്മാരെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഡീക്കൻ ബിബിനെയാണ്. ബ്രദറിൻ്റെ ദൈവവിളി ജീവിതം ഇവിടം വരെ എത്തി നിൽക്കുന്ന ഈ ഒരു ജീവിതം, അല്ലെങ്കിൽ ഇനി ഇപ്പം പൗരോഹിത്യം സ്വീകരിക്കാൻ പോവാണ്. അപ്പോൾ അതിനെപ്പറ്റി അറിയാനാണ് നമ്മൾ ഇവിടെ നിന്ന് ഇരിക്കുന്നത്. ബ്രദറെ സ്വാഗതം. എക്സൈറ്റഡ് ആണ് ശരിക്കും. ഉറപ്പായിട്ടും. പക്ഷെ ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ അച്ഛന്മാരുടെ ഇതൊക്കെ വരുമ്പം ഞാനിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറാണ്. അപ്പോൾ ചില സമയത്ത് ഈ ഒരു പ്രായം എത്തിയിട്ട് പോലും തീരുമാനങ്ങൾ ഞങ്ങൾക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റണമെന്നില്ല. ഇപ്പം സിമ്പിളായിട്ട് ഇപ്പം 2 ചോക്ലേറ്റ് ആയിരിക്കും മുന്നേ വെച്ചേക്കുന്നത്, അതിലേത് വേണമെന്ന് പോലും ചിലപ്പോൾ തീരുമാനിക്കാൻ പറ്റാറില്ല. അപ്പം അത്രയും 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് അത്രയും കുഞ്ഞായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് എങ്ങനെയാണ് ദാറ്റ് എൻ്റെ ജീവിതം ഐ എം ഗിവിങ് ഇറ്റ് ടു ക്രൈസ്റ്റ് എന്നുള്ള ഒരു ഇതിലോട്ട് എത്തുന്നത്? ആ ഒരു പ്രായത്തിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞാണ് ചേർന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ ഈ സെമിനാരി ചേരുമെന്ന് പറയുവാണെങ്കിൽ നമുക്ക് നമ്മളെ ആകർഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഇടവകയിൽ ഇരുന്ന വികാരിമാരാകാം, അല്ലെങ്കിൽ ചിലപ്പം നമ്മളെ ഈ കുർബാന എന്നെ കൂടുതലും സ്വാധീനിച്ചത് വിശുദ്ധ കുർബാനയൊക്കെയാണ്. അപ്പോഴേക്കും ഈ വിശുദ്ധ കുർബാനയിലൊക്കെ ഇങ്ങനെ സ്വാധീനിച്ചപ്പോഴേക്കും അച്ഛനാകണമെന്നുള്ള ആഗ്രഹത്തിൽ കൂടുതലും എനിക്ക് മുൻകൈ നിന്നത് കുർബാന അർപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം വെച്ച് ആണ് ആദ്യം ഞാൻ സെമിനാരി ചേരുന്നത്. പക്ഷേ സെമിനാരി ചേർന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡിഗ്രിയൊക്കെ ഞാൻ അത് കഴിഞ്ഞ് +1 +2 പഠിച്ചു, അതിന് ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് ദൈവവിളിയെക്കുറിച്ചും നമുക്ക് നന്നായിട്ട് ഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി വരുന്നത് തന്നെ. പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് കയറിയതിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാരണം കഴിഞ്ഞ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്ക് 12 വർഷത്തെ പരിശീലനം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ +2 കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ എനിക്കൊരു 10 വർഷത്തെ പരിശീലനം കിട്ടത്തുള്ളായിരുന്നു. അപ്പോൾ ആ 12 വർഷത്തെ പരിശീലനം എന്നെ കുറച്ചുകൂടി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ആ നിമിഷം നമുക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴുള്ള നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എൻ്റെ മാതാപിതാക്കളാണ്. കാരണം ഞാൻ ഈ ഒരു ആഗ്രഹം പറഞ്ഞപ്പം എൻ്റെ അമ്മ പറഞ്ഞത് ഒരു കാര്യമുണ്ട്, നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ പൊക്കോ, പക്ഷേ നിൻ്റെ തീരുമാനമാണ്, ഞങ്ങൾ ആരും നിന്നെ ഇത് ചെയ്യുന്നില്ല, പുഷ് ചെയ്യുന്നില്ല, നിൻ്റെ ഇഷ്ടമാണ്, അപ്പോൾ നീ അതനുസരിച്ച് പോവുക, ഇനി നിനക്ക് പോകാൻ താല്പര്യമില്ല പോകണ്ട. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമാണ് കുടുംബത്തിൽ നിന്ന് കിട്ടിയത്. അപ്പം കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീടാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുമ്പം എടുത്ത തീരുമാനം അങ്ങനെ തെറ്റായിട്ട് അങ്ങനെ തോന്നിയില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ ഞാൻ സെമിനാരി ചേർന്ന സമയത്ത് തന്നെയും നമ്മൾ ദൈവവിളിയിൽ അങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഓരോ വർഷത്തെ ഈ ഫോർമേഷൻ കിട്ടുന്നതനുസരിച്ച് ഞാൻ അതിൽ കൂടുതൽ വളർന്നു വരുന്ന അങ്ങനെ കുറച്ചുകൂടി മെച്ചുവറായിട്ട് വരുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ദൈവവിളിയിൽ ഉറപ്പ് ലഭിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ മൈനസ് സെമിനാരി പരിശീലനം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടും ദൈവവിളി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ളൊരു സ്ഥലമാണ്. അതേസമയം മൈനസ് സെമിനാരി എന്ന് പറയുന്ന ചിലരുടെ ചിന്തയുണ്ട്, മൈനസ് സെമിനാരി എന്ന് പറയുന്നത് അച്ഛനാൻ വേണ്ടിയുള്ളവർക്ക് മാത്രമുള്ള സ്ഥലമാണ്. പക്ഷെ അതല്ല, അത് സ്വന്തം ദൈവവിളി തിരിച്ചറിയാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. അപ്പോൾ മൈനസ് സെമിനാരി ഫോർമേഷൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവവിളി എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ദൈവവിളി ഞങ്ങൾക്കുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഫോർമേറ്റ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാർ അല്ലെങ്കിൽ ഞങ്ങളുടെ രക്തച്ഛന്മാർ, ഇവരൊക്കെ ഞങ്ങളെ പ്രത്യേകം ഞങ്ങളെ സഹായിച്ച വ്യക്തികളോടുകൂടിയാണ്. അവർ എല്ലാ വർഷവും ഞങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, പേഴ്സണലായിട്ട് കാണുന്നൊരു സമയമുണ്ട്. അപ്പോൾ ചോദിക്കുന്നൊരു സമയമുണ്ട്, ദൈവവിളി ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ ആ ചോദ്യം സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമാണ്. ഈ കഴിഞ്ഞൊരു വർഷം ഇതിനനുസരിച്ചാണ് ജീവിച്ചത്. അപ്പം സത്യം പറഞ്ഞാൽ ദൈവവിളി ഉണ്ടോ? നമ്മൾ ദൈവവിളി ഉറപ്പിച്ചിട്ടൊന്നുമല്ല സെമിനാരിൽ പോകുന്നത്, അങ്ങനെ ചിന്തിക്കേ വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞങ്ങളുടെ ഫോർമേറ്റേഴ്സ്, ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാർ, ഞങ്ങളുടെ രക്തച്ഛന്മാർ, ഇവരെല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ ദൈവവിളി മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഇതാണ്, 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ദൈവവിളി ഉറപ്പിച്ചിട്ടൊന്നുമില്ല ആരും വരുന്നത്. ഞങ്ങളുടെ ഓരോ വർഷത്തെ പരിശീലനത്തിലൂടെ ആണ് ഞങ്ങൾക്ക് ഈ ദൈവവിളി ഇങ്ങനെ ഉറപ്പായി വരുന്നത്. അപ്പോൾ ഈ ദൈവവിളിനെ പറ്റി പറഞ്ഞല്ലോ, അപ്പം എനിക്കൊരു ആൻറ്റി ഉണ്ട്. അപ്പോൾ ആൻറ്റി സിസ്റ്റർ, അപ്പം എന്നെ ഒരു ദിവസം കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയി ചോദിച്ചു, ആൻറ്റിക്ക് എങ്ങനെയാണ് മനസ്സിലായി ദൈവവിളി കിട്ടി എന്നുള്ളത്? അപ്പോൾ എന്നോട് ആൻറ്റി പറഞ്ഞു, അതങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല, അതങ്ങനെ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് തൊട്ട് എന്നിൽ സ്പാർക്ക് ചെയ്തൊരു ക്യൂരിയോസിറ്റി, നിങ്ങൾക്കൊരു എക്സാക്ട് മൊമെൻ്റ് ഉണ്ടോ, ഓക്കെ എനിക്ക് കിട്ടി, ഐ മീൻ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? അതോ മൈനർ ഫോർമേഷനിൽ നമ്മൾ എങ്ങനെയാണ് അപ്പം അതിനുള്ളൊരു ഉത്തരം കണ്ടുപിടിക്കുന്നത്? അങ്ങനെ തെറ്റിപ്പോയാലോ, വാട്ട് ഇഫ് ഇതല്ലായിരുന്നു, അങ്ങനത്തെ ഒരു ഇതൊക്കെ നമുക്ക് വരത്തില്ലേ? അത് എക്സാക്റ്റ് ഒരു മൊമെന്റ് എന്ന് പറയുമ്പം
അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ ചിലർ ചിന്തിക്കും എനിക്ക് ദൈവവിളി ഉണ്ട് നിനക്ക് ദൈവവിളി ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പം മാലാഖമാരോ അല്ല ആരെങ്കിലും വന്ന് പ്രത്യക്ഷപ്പെട്ട് ആ ഒരു മൊമെൻ്റൊക്കെ നമുക്ക് ലഭിക്കത്തൊന്നുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ എൻ്റെ വല്യമ്മയാണ് എനിക്ക് ഈ ദൈവവിളി തിരഞ്ഞെടുക്കാനായിട്ട് എനിക്ക് പ്രചോദനമായെന്ന് ഞാൻ പറയും. കാരണം ഞാനൊരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മച്ചി ഇങ്ങനെ പറയായിരുന്നു, എടാ നീ അച്ഛനാവണം. കാരണം അമ്മച്ചിക്ക് എന്നോടൊരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി എപ്പോഴും പറയും നീ അച്ഛനാവണം. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറയാം അമ്മച്ചി നടക്കുന്ന പരിപാടിയല്ല, കാരണം ഒരു 12 വർഷത്തെ പരിശീലനമൊക്കെയുള്ള അമ്മച്ചി വേറെ ആണെങ്കിൽ ഡോക്ടറാകാൻ വല്ലതും പറയാം, അല്ല അങ്ങനെ വല്ലതും പറയാം. കാരണം ഒരു 4-5 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയെന്നിരിക്കും. പക്ഷേ 12 വർഷത്തെ പഠിത്തമൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. പക്ഷേ അമ്മച്ചി ഒരു 9ാം ക്ലാസ്, എൻ്റെ ഒരു 9ാം ക്ലാസ് ആയപ്പോഴാണ് അമ്മച്ചി മരിക്കുന്നത്. ഞാൻ ആ സമയത്താണ് ഞാൻ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. അമ്മച്ചി എന്തുകൊണ്ടാണ് എന്നോടിങ്ങനെ അച്ഛനാകാൻ പറഞ്ഞതെന്നൊക്കെ ഞാൻ ചിന്തിക്കും. അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ എൻ്റെ അമ്മയോട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ ഞാൻ അച്ഛനായി എങ്ങനെ ഇരിക്കും? അപ്പം അമ്മച്ചി പറഞ്ഞു, എടാ നിനക്ക് ആഗ്രഹമുണ്ട് നീ പൊക്കോ, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പോയിരിക്കും, അത് ഉറപ്പാണ്. അങ്ങനെയാണ് അമ്മച്ചിയുടെ. അപ്പോൾ കുടുംബത്തിന് സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും ഉണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ. പിന്നെ പ്രത്യേക ഒരു മൊമെൻ്റായിട്ടല്ല, അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ദൈവം വിളിക്കുന്നുണ്ട്. പിന്നെ ഈ വിളി തിരിച്ചറിയുന്നത് പല സമയത്താണ്. നേരത്തെ പറഞ്ഞല്ലോ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ചിലർക്ക് +2 കഴിഞ്ഞാണ് മനസ്സിലാകുന്നത്. പക്ഷേ ആ തിരിച്ചറിയുന്ന സമയങ്ങൾ വേറെയാണ്. ഒരു എക്സാക്റ്റ് ഒരു മൊമെൻറ്റ് ദൈവം വിളിക്കും എന്നുള്ളതല്ല, അത് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണ്. അത് പല സമയങ്ങളായിരിക്കും. ഇപ്പം ഞങ്ങളുടെ ബാച്ചിൽ തന്നെയാണെങ്കിലും നിങ്ങളിപ്പം കഴിഞ്ഞ ദിവസങ്ങളെ കാണുമായിരിക്കും. അപ്പം പല ലേറ്റ് വൊക്കേഷനുള്ള ആളുകളും ഞങ്ങളുടെ ബാച്ചിലുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിലൂടെയല്ല, ഞാൻ പറഞ്ഞല്ലോ മാലാഖമാരൊന്നും നേരിട്ട് വന്ന് നമ്മളെയൊന്നും അങ്ങനെ നിനക്കും ദൈവവിളിയുണ്ട് മകനെ എന്നൊന്നും വിളിക്കത്തൊന്നുമില്ല. മറിച്ച് അത് ഞാൻ പറഞ്ഞ പോലെ വല്യമ്മച്ചി എന്നെ ഇങ്ങനെ പ്രചോദിപ്പിച്ചു. അപ്പം അത് എൻ്റെ അമ്മച്ചി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നീട് സപ്പോർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വികാരിച്ചനോട് പറഞ്ഞു, വികാരിച്ചൻ എനിക്ക് സപ്പോർട്ട് ചെയ്ത് രൂപതയുടെ ക്യാമ്പിന് എന്നെ വിട്ടു. ഞാൻ ആദ്യം CST എന്ന് പറഞ്ഞൊരു കോൺഗ്രിഗേഷൻ ചേരായിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്ത് വികാരിച്ചൻ പറഞ്ഞാൽ നീ രൂപതയുടെ ക്യാമ്പിന് പോയാൽ മതി. അപ്പം അച്ഛൻ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തു ഈ രൂപത തന്നെ ചേരാനായിട്ട്. അങ്ങനെ ഞാൻ രൂപതയിൽ ചേരുന്നത് ആ ക്യാമ്പ് കൂടിയാണ്. അപ്പം വികാരിച്ചൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ സെമിനാരി കയറി, സെമിനാരിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആത്മീയ പിതാക്കന്മാരുടെയും മറ്റച്ഛന്മാരുടെയൊക്കെ സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ ഈ ദൈവവിളിയിൽ കുറച്ചുകൂടി ഇപ്പം പട്ടത്തോടടുത്ത് നിൽക്കുമ്പോൾ അവരെല്ലാം പ്രത്യേകം നന്ദിയോടെ ഓർക്കുകൂടി ചെയ്യുകയാണ്. അപ്പം വല്യമ്മച്ചിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അപ്പം ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? നിങ്ങൾ ഒരു കൂട്ടുകുടുംബമായിട്ടാണോ വീട്ടിൽ നിന്ന് പള്ളി പോക്കും കാറ്റഗീസവും അതൊക്കെ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ വല്യമ്മച്ചിയൊക്കെ നിന്നിരുന്നത് ഞങ്ങൾ കുടുംബത്താണ്. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ 6ാമത്തെ മകനാണ്. വല്യമ്മച്ചിയും വല്യപ്പനൊക്കെ എൻ്റെ കൂടെയായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോഴേക്കും വല്യപ്പൻ എൻ്റെ ഒരു 4 വയസ്സൊക്കെ ആയപ്പോൾ അച്ഛൻ മരിച്ചായിരുന്നു. പിന്നെ അമ്മച്ചിയാണ് എനിക്ക് കൂടുതലും കൂട്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ വല്യമ്മച്ചിയോട് എനിക്ക് കൂടുതൽ അടുക്കാനൊരു കാരണമുണ്ട്. എൻ്റെ അമ്മച്ചിക്ക് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ TBയുടെ അസുഖം വന്നു. അപ്പോൾ ആ സമയത്ത് അമ്മയോട് കൂടുതൽ അങ്ങനെ അടുക്കാൻ പറ്റത്തില്ല, എനിക്കും അത് പകരാൻ സാധ്യതയുണ്ടെന്ന് വെച്ചുകൊണ്ട് എൻ്റെ വല്യമ്മച്ചി കുറച്ച് എന്നെ കൂടുതൽ കെയർ ചെയ്തിട്ട് ആ സമയത്ത് ആ ഒരു സ്നേഹം പിന്നീട് ഉണ്ടായി. അപ്പോൾ ആ ഒരു സ്നേഹമാണ് ഈ ദൈവവിളിയിലേക്ക് കൂടി അമ്മച്ചി എന്നെ പ്രചോദിപ്പിക്കാനായിട്ട് കാരണമായത്. കാരണം നല്ല രസം. ഇപ്പം ഞാൻ കൂട്ടുകുടുംബത്തിൽ നിന്നിട്ടില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം. നമ്മുടെ പേരൻസ് ഒക്കെ നമ്മളെ വഴക്ക് പറയുമ്പോൾ അതിൽ നിന്ന് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് മാറ്റുന്ന ആൾക്കാരാണ് ഗ്രാൻഡ് പേരൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? ഫ്രണ്ട്സിനോടൊക്കെ ആദ്യം പറയുമ്പോൾ ഇപ്പം ഞാൻ 9ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്നുവെച്ചാൽ വല്യമ്മച്ചി മരിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ 1-2 പേരൊക്കെ ഇങ്ങനെ വരാനൊക്കെ സെമിനാരി പോകാനൊക്കെ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അവന്മാർ നമുക്ക് ഒരുമിച്ച് പോകാം, നമ്മൾ സെറ്റായിട്ട് ഒരുമിച്ച് പോകാമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. അപ്പം അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തു. പിന്നെ ചിലർ ചോദിച്ചേട്ടാ നിന്നെ നേർച്ച വീട്ടുകാർ നേർന്നിരിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ഇങ്ങനെ പറയുമ്പോൾ വീട്ടുകാർ നേർന്നിരിക്കുന്നതാണോ? അപ്പോൾ ഞാൻ പറഞ്ഞ വീട്ടുകാർ നേർന്നതല്ല, എൻ്റെ ഇഷ്ടമാണ്, പോകണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവം അനുഗ്രഹിച്ച് ഞാൻ പോകുമെന്ന് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ഇടവകയിലുള്ള വികാരിച്ചന്മാരെ പോലെയൊക്കെ തന്നെ അങ്ങനെ ജീവിക്കാനൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹമാണ് എനിക്കിങ്ങനെ സെമിനാരി പോകാനൊരു ആഗ്രഹം പോകാൻ എന്നെ ഈ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് കാരണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ മൈനർ സെമിനാരി ചേരുമല്ലോ, അപ്പം നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ മൈനർ. അപ്പം അവിടെ നമ്മൾ നല്ല കഷ്ടപ്പാടാണല്ലോ. ഐ മീൻ ലൈഫേ ഡിഫറെൻ്റ് അല്ലേ? അപ്പം അങ്ങനെ വരുമ്പം ആസ് എ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ എപ്പോഴേലും ഒരു കമ്പാരിസൺ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ദാറ്റ് ഈസ് എൻ്റെ ഫ്രണ്ട്സ് അവിടെ പോകുന്നു, അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നു അവരുടെ 11th 12th കോളേജ് ലൈഫും, ലൈക്ക് ഇവിടെ നിന്ന് ഐ എം പ്രിപ്പയറിങ് ഫോർ സംതിങ് ഗ്രേറ്റ് എന്നുള്ളൊരു അങ്ങനെ ഒരു നമുക്ക് ഉണ്ടാകും.
എങ്കിലും കുടുംബത്തോടുകൂടി കമ്പയർ അങ്ങനെ കമ്പയർ ചെയ്യേണ്ട ഒരു അവസ്ഥയല്ല ഇത്. എന്തെന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾക്ക് ചിലപ്പോൾ എല്ലാ കാര്യം ചെയ്യാനായിട്ട് അമ്മയുണ്ട്, ഒരു പ്രത്യേകതയാണ്. പക്ഷെ അതേസമയം നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സെമിനാരി നമ്മൾ തന്നെയാണ്. ഇപ്പം എൻ്റെ തുണിയൊക്കെ അലക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. പിന്നെ വീട്ടിൽ നേരത്തെ ഞങ്ങൾ അലക്കി ശീലിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എങ്കിലും എല്ലാവർക്കും അങ്ങനെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം അങ്ങനെ കുറേ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പ്രേയേഴ്സ് ഉണ്ട് നമ്മുടെ അപ്പോൾ ആ കമ്മ്യൂണിറ്റി പ്രേയേഴ്സ് ഇപ്പോൾ റംഷ, അത് കഴിഞ്ഞ് ലലി, അങ്ങനെ കുറച്ച് പ്രേയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം അതിൻ്റേതായിട്ടൊരു ടൈം ടേബിൾ ഉണ്ട്. വീട്ടിലൊരു ടൈം ടേബിൾ ഇല്ല. നമ്മൾ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞ് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. നമ്മളാണ് നമ്മുടെ ടൈം ടേബിൾ തീരുമാനിക്കുന്നത് അല്ലേ. അപ്പം പക്ഷേ സെമിനാറിൽ അങ്ങനെയല്ല, ആ ടൈം ടേബിളിനകത്ത് നമ്മൾ നിൽക്കണം. അപ്പം ആ ഒരു ഡിഫറൻറ്റ് നന്നായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതൊരു ഫോർമേഷൻ അല്ലേ. കാരണം വീട്ടിൽ നിൽക്കുമ്പം നമുക്ക് ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു നമ്മളെ ഫോം ചെയ്യാനുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ തോന്നിയിട്ടില്ല. പിന്നെ ഒരു കമ്പാരിസൺ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് ഈ ഒരു വ്യത്യാസം, ഈ ലൈഫിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായത് ഞാൻ ഡിഗ്രി പഠിക്കാനായിട്ട് SB കോളേജ് ചേർന്ന സമയത്താണ്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നു. ഞങ്ങൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്യാനായിട്ട് ഞങ്ങളുടെ സാധാരണ പിള്ളേരോടെ ഇരുന്ന് ഡിഗ്രി, ഞാൻ BA എക്കണോമിക്സ് ആണ് പഠിച്ചത്. അപ്പോൾ അവരുടെ കൂടെ ഇന്ന് പഠിക്കാൻ അവസരം കിട്ടി. അപ്പോൾ ആ സമയത്താണ് ഈ ലൈഫും ഈ വൈദിക വൃത്തിയും അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലായത്. എന്നു വെച്ചാൽ ഇപ്പം അവർ വീട്ടിൽ നിന്ന് വരുന്നു, അവരുടെ കയ്യിൽ ഫോണുണ്ട്, പിന്നെ അവർക്ക് ഒരു കോളേജ് ഒരു പ്രോഗ്രാം വരുമ്പോഴേക്കും അവർക്ക് ആഘോഷിക്കുന്ന രീതികളുണ്ട്. പക്ഷേ അവിടെയും ഞങ്ങൾ കുറച്ച് ഇപ്പം ഒരു വൈദികനെ ചേർന്ന രീതിയിൽ ജീവിക്കണം. അപ്പോൾ അവിടെ അങ്ങനെ ഇത് വന്നപ്പോഴേക്കും ഈ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ SBയിൽ പഠിക്കാൻ പോയപ്പം ഡിഗ്രി എന്ന് പറയുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ടൈം പീരീഡ് ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റ് അങ്ങനെ വന്നിട്ടുണ്ടോ ദാറ്റ് ഈസ് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുള്ളൂ? നമുക്ക് ചില സമയത്ത് ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാവത്തില്ല, ദാറ്റ് ഈസ് കൂടെ ഉള്ളവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കോളേജ്, മേ ബി ഇതെനിക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ചാലഞ്ചസ് വന്നപ്പോൾ എന്താ ചെയ്തത്? കാരണം ഇറ്റ്സ് ഡിഫിക്കൾട്ട്. സത്യം പറഞ്ഞാൽ കോളേജിൽ പഠിച്ച സമയത്ത് അങ്ങനെ ബ്രേക്ക് ഡൗൺസ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കോളേജിൻ്റെ പേര് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. അങ്ങനെ പറയാനായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മകളൊന്നുമില്ല. അതേസമയം അല്ലാതെ തന്നെ സെമിനാരി പഠിക്കുമ്പം ഇപ്പം എന്നെക്കൊണ്ട് ഇത് പറ്റുമോ? കാരണം നമുക്ക് മൈനസ് സെമിനാരിൽ മെയ് സെമിനാരിൽ കയറുമ്പോൾ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, പിന്നെ പ്ലസ്, അപ്പോൾ അതിന് എനിക്ക് ജയിക്കാൻ പറ്റുമോ? പിന്നെ അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം ഡിഗ്രിക്ക് കയറണം, അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടുമോ? SB കോളേജിൽ അഡ്മിഷൻ കിട്ടേണ്ടതാണ് നമുക്ക്. കാരണം ഒരു സാഹചര്യം അനുസരിച്ച് നമ്മുടെ സെമിനാരിയുടെ പോയി വരുന്ന സാഹചര്യം അനുസരിച്ചൊക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പക്ഷേ എങ്കിലും ദൈവം ഓരോ സമയത്തും കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എങ്ങനെ ബ്രേക്ക് ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും. പിന്നെ ദൈവവിളി ഇപ്പം തന്നെയാണെങ്കിലും ഞാൻ തിയോളജിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് അവസാനമുള്ളൊരു എക്സാം ഉണ്ട്, കോംപ്രിഹെൻസീവ് എക്സാം. അപ്പം അതിനകത്ത് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ആ എക്സാം അറ്റൻഡ് ചെയ്തത് തൊട്ട് മുമ്പ് ദൈവം എന്നെക്കൊണ്ട് പറ്റുമോ? കാരണം കുറേ ക്വസ്റ്റ്യൻസ്, അത് ഓറൽ എക്സാമാണ്. അപ്പം അതെല്ലാം ഫേസ് ചെയ്യാൻ പറ്റുമോ? എന്നെക്കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ? തോറ്റു പോകുമോ? അങ്ങനെ ചിന്തയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ അങ്ങനെ തോറ്റതായിട്ട് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല ആരെയും, സീനിയേഴ്സ്. എനിക്ക് തന്നെ ആ സമയത്ത് ഒരു പേടിയുണ്ട്, ഉത്കണ്ഠയാണ്. പക്ഷേ എല്ലാം ദൈവം കൈപിടിച്ച് നടത്തും. കാരണം വിളിച്ചത് അവനല്ലേ. അപ്പോൾ ഈ കോളേജിൻ്റെ കാര്യം പറഞ്ഞപ്പം യങ്സ്റ്റേഴ്സ്, അപ്പം ഞങ്ങളെ പോലത്തെ ഉള്ളവരെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇതുള്ളൂ. രാവിലെ എണീക്കുന്നു, 23-ാം സങ്കീർത്തനം വായിക്കണം, ഉറങ്ങുന്നതിന് മുമ്പ് 91-ാം സങ്കീർത്തനം വായിക്കണം, അതാണല്ലോ ഒരു പ്രാർത്ഥന. പക്ഷെ എനിക്ക് കുറേയും കൂടി ഫീൽ ചെയ്ത് ഇറ്റ്സ് ലൈക്ക് എന്തോ സങ്കീർത്തനം എടുക്കുമ്പോൾ നമ്മളതൊരു തിയറി പേപ്പർ വായിക്കുന്ന പോലെ അങ്ങ് വായിച്ചു പോവുക. അവിടെ ഇരുന്ന് ക്ഷമയോടെ അതിൻ്റെ ആ ഒരു എസെൻസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നില്ല. കാരണം എന്തോ ധൃതിയാണ്. അപ്പം നമുക്കതെങ്ങനെ കുറച്ചുകൂടി ബൈബിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? കാരണം കുറേ ഒരു റിലീജിയസ് ബുക്ക് അല്ലാണ്ട് ഇത് എനിക്ക് വേണ്ടി എഴുതിയ ബുക്കാണെന്നെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഈ സങ്കീർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് സങ്കീർത്തനം എന്ന് പറയുന്നത് ചുമ്മാ ചെല്ലു തീർക്കുന്ന ഒരു കാര്യമല്ല. യഹൂദരുടെ പ്രാർത്ഥനാ രീതിയായിരുന്നു. എന്നുവെച്ചാൽ അവർ സങ്കീർത്തനങ്ങളാണ് കൂടുതൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പതുക്കെ നമ്മൾ പതുക്കെയാണ് ചെല്ലുന്നത്. ഒരു സെൻറ്റൻസ് കഴിയുമ്പോൾ നല്ലൊരു ഗ്യാപ്പൊക്കെ ഇട്ട് പതുക്കെ ചെല്ലുവാണെങ്കിൽ അത് വേറൊരു അനുഭവമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം കൈപിടിച്ച് നടത്തിയ വഴിയാണ് അവരത് ഓർത്ത് അത് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അപ്പം ദൈവം കൈപിടിച്ച് നടത്തുന്ന ഓരോ കാര്യങ്ങൾ ഓർക്കാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് ഈ സങ്കീർത്തനങ്ങൾ. പിന്നെ ബൈബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബൈബിള് നമ്മൾ വായിക്കുമ്പം അത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണ്. ദൈവം ഒരു മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ആദ്യം നമ്മൾ കാണുന്നത് എന്തുവാ? ആദത്തിൻ്റെ ഹവ്വയുടെയും കഥ. അപ്പോൾ അവിടെ മനുഷ്യൻ പാപം ചെയ്ത്, അപ്പോൾ പാപത്തിൽ വീണ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം കാണിക്കുന്ന ഓരോ രക്ഷാകര പദ്ധതിയാണ് ബൈബിൾ മുഴുവൻ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ദൈവം ഈ രക്ഷാകര പദ്ധതി ചെയ്തിട്ടുള്ളത് എനിക്കും വേണ്ടി കൂടിയാണ്.
അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുവാണെങ്കിൽ പലപ്പോഴും ഈ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളുമായിട്ട് തന്നെ കണക്ട് ചെയ്യാനായിട്ട്, നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓരോ ഭാഗങ്ങൾ, ബൈബിൾ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം സക്കേബൂസിൻ്റെ ഭവനത്തിൽ ഈശോ ചെല്ലുന്നു. അപ്പം ചുങ്കക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ ഈശോ ചെല്ലുക, പാപിയായിട്ടുള്ള. അപ്പം അത് ആ ചുങ്കക്കാരൻ ആയ സക്കേബൂസ് ഇപ്പം ഞാനാണെന്ന് ചിന്തിച്ച് അങ്ങനെ കുറച്ച് ധ്യാനിച്ച് ബൈബിളൊക്കെ വായിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഈ ദൈവവചനത്തിൽ നിന്നൊക്കെ ലഭിക്കും. അതേസമയം നമ്മളൊന്ന് വായിച്ച് തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് അതൊരു എക്സ്പീരിയൻസ് അല്ല, പക്ഷേ നമ്മൾ ഒരു കടമ ചെയ്ത് തീർത്തു എന്നുള്ള ഒരു ഇത് വരത്തുള്ളൂ. ഇപ്പം സക്യൂസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം ഞാനും പലതവണ ചിന്തിച്ചിട്ടുണ്ട്, എത്ര നമ്മൾ വീണ് പോയാലും സക്കയൂസിൻ്റെ വീട്ടിൽ ദൈവം ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിലോട്ട് എന്താണെങ്കിലും ദൈവം വരും. പക്ഷേ ഒരു മൊമെൻ്റ് ഉണ്ടാവുമല്ലോ, ദാറ്റ് ഈസ് എത്രയൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും എവിടെയൊക്കെ നമ്മൾ വിചാരിക്കത്തില്ലയോ, ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്തില്ല, ശരിയായിട്ടൊന്നും ഞാൻ ചെയ്തില്ല, ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ പോയാൽ എന്നെ ഞാനായിട്ട് ദൈവം അക്സെപ്റ്റ് ചെയ്യുമോ എന്ന ഒരു തോട്ട്. ഞാൻ ഒരു ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്ക് എന്നെ അത് ശരിക്കും ബോദർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാരണം പള്ളി പോകാണ്ടാവും, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകാണ്ടാവും, കാരണം ഞാൻ അക്സെപ്റ്റബിൾ അല്ല, പിന്നെ ഞാൻ ഇപ്പം പാപിയാണെന്നുള്ളൊരു ചിന്ത. അപ്പം അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ തലയിൽ ഇങ്ങനെ ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അത് ബ്രേക്ക് ചെയ്ത് വരുന്നത്? കാരണം അവിടെ പോയാലല്ലേ നമ്മളെ. അതിന് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു വാക്കേ ഉള്ളൂ, ദൈവം കാരുണ്യവാനാണ്. എത്ര പാപം ചെയ്യുമെന്ന് പറഞ്ഞാലും ദൈവം ക്ഷമിക്കത്തില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവം ഭയങ്കര കാരുണ്യവാനാണ്. ഇപ്പം പഴയ നിയമത്തിലെ നീതിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ നീതി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് നീതി പ്ലസ് കാരുണ്യമാണ്. എന്നുവെച്ചാൽ ഒരിക്കലും ക്ഷമിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇപ്പം നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മുടെ സഭയിൽ നമുക്കിതുണ്ടായിരുന്നു, നമ്മുടെ തെമ്മാടിക്കുഴി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ആത്മഹത്യ ചെയ്തവർ, അല്ലെങ്കിൽ അങ്ങനെ മരണങ്ങൾ സംഭവിച്ചവർ, അല്ലെങ്കിൽ സഭാവിശ്വാസം വിട്ടുപോയി, അപ്പോൾ അവരെയൊക്കെ നമ്മൾ അടക്കിയത് ഈ തെമ്മാടിക്കുഴിയാണ്. ഇന്ന് ആ തെമ്മാടിക്കുഴി ഇല്ലാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? അത് സഭ ഈ ദൈവത്തിൻ്റെ കാരുണ്യമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, എന്നുവെച്ചാൽ ദൈവം ക്ഷമിക്കത്തില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സത്യമല്ലേ? ദൈവം ക്ഷമിക്കുക, കാരണം ദൈവത്തിൻ്റെ ക്ഷമയുടെ അളവ് മനുഷ്യന് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ചിന്ത വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി വേണമെന്ന് വെച്ചാൽ. കാരണം ദൈവം ക്ഷമിക്കുന്നവനാണ്. ഞാൻ എത്ര പാപിയാണെങ്കിലും, ഇപ്പോൾ ഈ പറയുന്ന ഞാൻ വൈദികനാകാൻ പോവുകയാണ്, പക്ഷേ ഈ വൈദികനായി കഴിഞ്ഞിട്ടും ഞാൻ എന്തെങ്കിലും പാപം ചെയ്തു കഴിഞ്ഞാൽ അത് ക്ഷമിക്കത്തില്ല എന്ന് ദൈവത്തിന് നമുക്ക് പറയാൻ പറ്റില്ല, മനുഷ്യനായി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം ദൈവത്തിൻ്റെ കാരുണ്യത്തിനെ പറ്റിയാണല്ലോ പറഞ്ഞപ്പം. ഇപ്പം കുറച്ചൊക്കെ ഇപ്പോൾ കാറ്റഗീസൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും നമ്മളോട് പറയും, ട്രൈ ടു ബി മോർ ലൈക്ക് ക്രൈസ്റ്റ്, ദൈവത്തിനെ പോലെ ആവാൻ ശ്രമിക്കുക എന്ന് പറയും. പക്ഷേ എനിക്ക് ഇതുവരെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ല. എന്നെക്കൊണ്ടത് സാധിക്കത്തില്ല. എല്ലാ ദുഃഖവെള്ളി അത് കാണണമെന്ന് ഓർക്കുമ്പോൾ തന്നെ, അത് തുടങ്ങുമ്പോൾ തന്നെ കണ്ണീന്ന് ഒഴുകി കരഞ്ഞൊരു പരിവാവും. ഇതുവരെ ഇനി കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ആലോചിക്കും, അത്രയും കുരിശ് ചുമന്ന് ഒരു രീതിയിലും തിരിച്ച് കിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടെ കുരിശ് ചുമന്ന് വേദന സഹിച്ച് എത്രത്തോളം ഹ്യൂമിലിയേറ്റഡ് ആകാവോ അത്രയായി നമുക്ക് വേണ്ടി മരിച്ചു. അപ്പം അത്രയും അൺകണ്ടീഷണലായിട്ടാണ് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പം നമുക്ക് ആസ് എ ഹ്യൂമൻ ലെവൽ അത് പോസിബിൾ ആണോ, ഒരാളിൽ നിന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് സ്നേഹിക്കുക എന്ന് പറയുന്നത്? പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാണിച്ചു തന്നെ ഈശോ തന്നെയാണ് മാതൃക. ഇത് ക്രിസ്ത്യാനിയുടെ മാതൃക എന്ന് വെച്ചാൽ ഈശോ തന്നെയാണ്. നമുക്ക് മനുഷ്യനാണ്, സ്വാർത്ഥത ഉണ്ടാകും. നല്ല ബുദ്ധിമുട്ടാണ് ഈ സ്വാർത്ഥതയെ മാറ്റി നിർത്താനായിട്ട്. ഒരു പക്ഷേ എത്രത്തോളം നമ്മളെ തന്നെ മാറ്റി നിർത്താമെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം വിട്ടുകൊടുത്തെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ ചിലപ്പം ഈ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വരും. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുവാണെങ്കിൽ ഈ ഈശോ നമുക്ക് കാണിച്ചു തന്നത് ബെസ്റ്റ് മോഡലാണ്. എന്ന് വെച്ചാൽ അതിന് മേലെ നമുക്ക് വെക്കാനൊന്നും ഇല്ല ഈശോയ്ക്ക്. അപ്പം ആ ബെസ്റ്റ് മോഡലായ ഈശോയെ എത്രത്തോളം അനുകരിക്കാൻ പറ്റുമോ അതാണ് ഞങ്ങളോടും പറയാറുള്ളത്. വേറൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാനുള്ള വെളിയും കൂടിയാണ് ഞങ്ങളുടേത്. അപ്പം എത്രത്തോളം ഈശോയെ അനുകരിക്കാൻ പറ്റുമോ, അത് എത്രത്തോളം ചിലപ്പം ഈശോയുടെ 100% ഉണ്ടെങ്കിൽ അതിനകത്തൊരു 30% ആയാലും ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ വിജയിച്ചെന്നിരിക്കും. അപ്പം അതുപോലെ അങ്ങനെ ആവണം, അതാണ് നമ്മുടെ വിളിയും. കാരണം നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ, ബുദ്ധിമുട്ടായിട്ടില്ല. കാരണം എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില സമയങ്ങളിൽ നമ്മുടെ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ ഉറപ്പായിട്ടും വരും. അല്ല, ഇപ്പം ഈശോനെ പോലെ കുറേം കൂടി നമ്മൾ ജീവിക്കാൻ, പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിൽ
ദൈവം ഒരു ആബ്സ്ട്രാക്റ്റ് അല്ലേ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇപ്പം എന്താ പറയുന്നത്, നമുക്കൊന്നിനും ഉത്തരവില്ലാത്തപ്പം നമ്മൾ അവസാനം ഓക്കെ ദൈവം. അപ്പം അങ്ങനത്തെ പ്രത്യേകിച്ച് പിയർ പ്രഷർ. ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഏതെങ്കിലും ഒരു കൊച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ പള്ളിക്കൊച്ച് എന്നുള്ള ആ ടേം അങ്ങ് വീഴും. അപ്പോൾ എവിടെയൊക്കെയോ നമ്മുടെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് നമ്മൾ കുറേയൊക്കെ സോഷ്യലി അക്സെപ്റ്റഡ് ആവാൻ നമ്മൾ ശ്രമിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ഫിറ്റിനാവാൻ നമ്മൾ നമുക്ക് വേറെ വഴിയില്ലാന്ന് വരുമ്പോൾ. പക്ഷെ അപ്പം എങ്ങനെയാണ് പിയർ പ്രഷർ നമ്മൾ ടാക്കിൾ ചെയ്യുന്നത്? ബിക്കോസ് ആ ഒരു പേര് മാറാൻ വേണ്ടി പിന്നെ പയ്യെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നൊരു കൊച്ച് വിഡ്രോ ആവാൻ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞൊരു ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ഉണ്ടല്ലോ, അതെന്ന് വെച്ചാൽ അവര് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല. പക്ഷെ സോഷ്യൽ സർക്കിളിൽ അക്സെപ്റ്റഡ് ആവാൻ വേണ്ടി ഇപ്പം ചിലപ്പോൾ നമ്മൾ ഈശോയുടെ കാര്യം പറയുമ്പോൾ പോലും നമ്മളെ എന്താ പറയുന്നത്, ഈ ഒരു മോഡേൺ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്, അങ്ങനത്തെ കുറേ പിയർ പ്രഷറും ടോക്കും വരുന്നൊരു സമയത്ത് ആസ് എ കാത്തലിക് നമുക്ക് എങ്ങനെ നമ്മുടെ ഫെയ്ത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാം? ഒരു യൂത്തിനെടുക്കാൻ പറ്റുന്ന പ്രാക്ടിക്കൽ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രാക്ടിക്കൽ കാര്യമായിട്ട് അതിനകത്ത് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞില്ലേ, ഇപ്പം സോഷ്യലി അക്സെപ്റ്റബിൾ ആകുക എന്നുള്ളത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെതല്ല ജീവിക്കുക എന്നുള്ള ആ ഒരിതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ലോകത്തെ നോക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, ദൈവമാണെങ്കിൽ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എങ്കിലും അവരുമായിട്ട് ബന്ധം വേണം, ബന്ധം നഷ്ടപ്പെടരുത്. അതേസമയം നിങ്ങൾ ഇപ്പോൾ പള്ളിക്കൊച്ചി എന്നുള്ള പേര് വന്നെന്ന് വെച്ച് സൊസൈറ്റി നമ്മളെ മാറ്റി നിർത്തുമോ? മാറ്റി നിർത്തുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ടൈം നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മോളുടെ ഇപ്പോൾ കല്യാണം, അഞ്ജനയുടെ ഇപ്പോൾ കല്യാണം തീരുമാനിച്ചു. അപ്പോൾ തീരുമാനിക്കുമ്പോൾ അഞ്ജനയുടെ ആ ഒരു ഇടവകയിലുള്ള ആളുകളോടൊക്കെ ഇങ്ങനെ ചോദിക്കും, അഞ്ജന എങ്ങനെയുള്ള കൊച്ചാ? അപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന കൊച്ചാ. അപ്പം നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമാണോ നെഗറ്റീവായിട്ടുള്ള കാര്യമാണോ? അപ്പം അത് അഞ്ജനയ്ക്ക് ഒരു പോസിറ്റീവ് അല്ലേ? അപ്പം പിന്നെ സത്യം പറഞ്ഞാൽ നല്ല കല്യാണാലോചന വരത്തില്ലേ? അപ്പം അഞ്ജനെക്കുറിച്ച് അപ്പം അന്വേഷിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അഞ്ജന നല്ലൊരു കുട്ടിയാണ്. അപ്പം അങ്ങനെ വരുമ്പം സമൂഹത്തിൽ അഞ്ജനയ്ക്ക് നല്ലൊരു വ്യക്തിത്വമുണ്ട്, അല്ലാതെ സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഇപ്പം വേണമെങ്കിൽ അഞ്ജനയ്ക്ക് ഈ കുർബാനയ്ക്കൊക്കെ പോകാതിരിക്കാം, കൂട്ടുകാരോട് കൂടി വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം, അപ്പോഴേക്കും വേണമെങ്കിൽ ആളുകൾക്ക് വേറെ രീതിയിലും പറയാം. അപ്പം പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ സത്യം പറഞ്ഞാൽ സൊസൈറ്റി നല്ലൊരു വ്യക്തിയായിട്ട് തന്നെ കണക്കാക്കപ്പെടുത്തും. ഞാൻ എൻ്റെ പേരൻസ് പുറത്താണ്. അപ്പം ഞാൻ 8ാം ക്ലാസ് തൊട്ട് ഹോസ്റ്റലിലാണ്, ഇവിടെ നാട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ 8th തൊട്ട് 12th വരെ ഗൾഫിൽ നിന്ന് വന്നുകൊണ്ട് സർവൈവ് ചെയ്യാനുള്ളൊരു ഇതായിരുന്നു കുറച്ചുകൂടി. പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ ചാപ്പലായിരുന്നു എൻ്റെ എല്ലാം. എനിക്കിത് ഇപ്പോഴും പറയുമ്പോൾ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ബിക്കോസ് അന്ന് ആ സ്കൂൾ കാലഘട്ടത്തിൽ ഫ്രണ്ട്സിനോടൊക്കെ പോയി മിണ്ടി എല്ലാം കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കിൻ്റെ ഒരു 15 മിനിറ്റ് കാണും. കറക്റ്റ് ആ ബെല്ലടിച്ച് കഴിഞ്ഞ് ഓടിയായിരിക്കും ഞാൻ ക്ലാസ്സിൽ പോകുന്നത്. ആ ഒരു 15 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ സംസാരിച്ച്, അല്ലെങ്കിൽ കരഞ്ഞ് തീർത്ത് സംസാരിച്ച് തീർത്തപ്പം അത്രയും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് വരും ദൈവമായിട്ട്. ഇപ്പം എനിക്കിഷ്ടമാണ് സ്കൂളുകളിൽ ചാപ്പലുള്ളത്. ഇപ്പം ഇവിടെ ആണെങ്കിലും ചാപ്പലിൽ പോയിരിക്കും. ബിക്കോസ് അന്നേരമൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ വീട്ടിൽ നിൽക്കുമ്പം കുറേയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പേരൻസ് പറയുന്നതുകൊണ്ടായിരിക്കും. ഇപ്പം ഞാനൊക്കെ ചില സമയത്ത് 8 മണിയായി കുരിശ് വരയ്ക്കണം, അമ്മ വിളിച്ചിട്ടില്ലല്ലോ എന്നാൽ പോയി വരയ്ക്കണ്ട എന്നിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഡോറെ വന്ന് കുട്ടുന്നത്, ബാ കുരിശ് വരയ്ക്കാം. പക്ഷെ ഹോസ്റ്റലിലൊക്കെ വന്ന സമയത്തെന്ന് വെച്ചാൽ കൊന്തയാണ് ആയുധം, വെന്തിങ്ങയാണ് ആയുധം എന്നുള്ള ആ ഒരു റിയലൈസേഷൻ എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പം പക്ഷേ ഐ ഫീൽ നമ്മൾ കുറേയൊക്കെ ഇപ്പം ഞാൻ എൻ്റെ അമ്മയോട് ഇടയ്ക്ക് പറയും, അമ്മ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ പോലെ. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ, നമ്മളെ കൺസോൾ ചെയ്തിട്ടുള്ളൊരു ആൻസർ ആയിരിക്കുന്നു. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞത്, നിനക്കിപ്പോൾ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, സുഖജീവിതത്തിലാണ്, അതാ നീ പ്രാർത്ഥിക്കാത്തേ എന്നും പറഞ്ഞ് അമ്മ അങ്ങ് പോയി. അപ്പം ഞാൻ അന്നേരം ആലോചിച്ചു, ഒരു മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെല്ലുവാന്നിരിക്കട്ടെ, അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഒരിക്കലും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ നമ്മൾ സെൽഫിഷായി. പക്ഷേ അപ്പം ഇത് തന്നെയായിരിക്കില്ല അപ്പോൾ ഈശോയ്ക്കും തോന്നുന്നത്. കാരണം പ്രശ്നം വരുമ്പോൾ നമ്മൾ മുട്ടയെ കുത്തി രാത്രി 3 മണിക്കൊക്കെ എണീറ്റ് നിന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്. പക്ഷെ ലൈഫ് അല്ലാണ്ട് പോകുമ്പം നമ്മൾ ആ തൊട്ടടുത്ത ചാപ്പലിങ്ങിൽ പോലും നമ്മൾ കയറത്തില്ല. എന്തിനാ കയറുന്നത്? അപ്പം അങ്ങനെ ഒരു കുർബാനയ്ക്ക് പോകുന്ന ആ ഒരു മൊമെൻ്റ് അല്ലാണ്ട് എങ്ങനെ ദൈവത്തിനെ കുറച്ചുകൂടി ഹീസ് മൈ ബ്രദർ അല്ലെങ്കിൽ ഹീസ് മൈ ഫാമിലി എന്നുള്ള രീതിയിൽ ഫെയ്ത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും? അഞ്ജന പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം നമുക്കെപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തെ നമ്മൾ ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ഞങ്ങളുടെ വന്ന് ബ്രദർ പട്ടം സ്വീകരിക്കാൻ പോവാണ്, ഈ സമയത്ത് ഞങ്ങളെയും പ്രത്യേകം ഓർക്കണം, ഞങ്ങൾക്ക് വീട് വെക്കുവാണ്, അങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞാണ് ഇവർ പ്രാർത്ഥന സഹായം ചോദിക്കാറുള്ളത്. ഒരുപക്ഷെ അവർ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലും
ചോദിക്കുന്നത്. ദൈവത്തെ അങ്ങനെ ഉപകരണമാക്കി കാണേണ്ട ഒരു ആളല്ല. അതേസമയം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു റിലേഷൻ, ദൈവമായിട്ട് റിലേഷൻ, ആ റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ദൈവത്തിന് ആവശ്യങ്ങൾ പറയുക മാത്രമല്ല, നന്ദി പറയാൻ നമ്മൾ പലപ്പോഴും മറക്കുന്നില്ല. നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും നിരവധി നന്മകൾ ദൈവം നൽകുന്നുണ്ട്. ഇപ്പം ഞാൻ റോഡിലേക്ക് ഇറങ്ങി ഇപ്പം ഞാൻ നേരത്തെ കുരിശുമൂടി വരെ പോയി. കുരിശുമൂടി വരെ പോയപ്പം നിരവധി വണ്ടികൾ പോകുന്നുണ്ട്. പക്ഷേ നിരവധി വണ്ടികൾ പോകുന്നുണ്ടെങ്കിലും ഒരു അപകടം കൂടാതെ ഞാൻ അവിടം വരെ എത്തി. ഒരുപക്ഷെ എൻ്റെ അശ്രദ്ധ കൊണ്ട് വേണമെങ്കിൽ അപകടം വല്ലതും ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അശ്രദ്ധ മതി എനിക്ക് അപകടം ഉണ്ടാകാൻ. പക്ഷേ ഇതൊന്നും ഉണ്ടാകാതെ ദൈവം കാത്തു സൂക്ഷിച്ചു. നമ്മൾ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇപ്പം സങ്കീർത്തനങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ദൈവത്തിന് നന്ദി പറയുന്നതാണ് കൂടുതൽ അതിനകത്ത് കാണുന്നത്. അല്ലെങ്കിൽ ദൈവത്തോട് കരയുന്ന ഒരിതുണ്ട്, അത് നന്ദി പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പ്രത്യേകതയാണ് പല മോഡുകളാണ്. എന്നുവെച്ചാൽ ദൈവത്തോട് നന്ദി പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നതുണ്ട്, ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതുണ്ട്, ദൈവത്തോട് പരാതി പറയുന്ന രീതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതികൾ സങ്കീർത്തനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ റിലേഷൻ ഉണ്ടെങ്കിൽ സാധാരണ വ്യക്തി ജീവിതവുമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് കിട്ടും. അല്ലാതെ ആവശ്യങ്ങൾ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു വ്യക്തി നടത്തി തരുന്ന ഒരാളല്ല ദൈവം. അതേസമയം ദൈവം കഴിഞ്ഞ നാളുകൾ നമ്മളെ പരിപാലിച്ച്, ഇപ്പോൾ ഞാനിപ്പം ചിന്തിക്കുന്ന കഴിഞ്ഞ 12 വർഷം നിരവധി ആശങ്കകളോടെ സെമിനാരി കയറിയൊരു വ്യക്തിയാണ്. എന്തായി തീരും, എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ 12 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം പൗരോഹിത്യത്തോട് അടുത്ത് നിൽക്കുമ്പോൾ നിരവധി നന്മകൾ ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നന്മകളെ ഓർത്ത് നന്ദി പറയുവാണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും നല്ല ബന്ധം അതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നന്ദി പറയണ കാര്യം പറഞ്ഞല്ലോ, അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമുക്ക് വീട്ടിലൊക്കെ ഈ കുടുംബ പ്രാർത്ഥനയൊക്കെ വെക്കുക. അപ്പം അന്നേരം കുറേയൊക്കെ ഇപ്പം യങ്സ്റ്റേഴ്സ് ആരും തന്നെ നാട്ടിലില്ലാത്തത് കൊണ്ട് കുറേ അമ്മച്ചിമാരായിരിക്കും വരുന്നത് കൂടുതലും. അപ്പം ഇവരുടെ ചിലവരുടെ ലൈഫൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ട്രാജഡി ആയിരിക്കും. ട്രാജഡി എന്ന് വെച്ചാൽ അവർക്ക് ആക്ച്വലി പള്ളിയിൽ പോകാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു റീസൺ പോലും അവർക്കില്ല. എല്ലാം അവരിൽ നിന്ന് എടുത്തു. പിന്നെ എന്നിട്ട് എന്നിട്ടും അവർ ചിരിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കും, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം എന്ന് നിറവേറട്ടെ എന്ന്. അപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വരെ അവർക്ക് മുട്ടുകുത്തി കർത്താവിനെ നോക്കി അത് പറയാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു സീക്രട്ട് എന്തായിരിക്കും? കാരണം ഇപ്പം എന്തെങ്കിലും എനിക്കൊക്കെ പെട്ടെന്ന് ചെറുതെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ബാക്കി എന്ത് ഞാൻ ചെയ്യും, പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവരുടെയൊക്കെ ലൈഫ് ഞാൻ എടുത്തു നോക്കുമ്പം പ്രാർത്ഥിക്കേണ്ട ഒരു റീസൺ പോലും ഇല്ലാതെ അവരിയ്ക്കുമ്പം ഹൗ ഡു ദേ, അല്ലെങ്കിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ്? അഞ്ജന ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം ഒരു ട്രാജഡി, വലിയൊരു ട്രാജഡി, ഇനി ഒരു ഹോപ്പും ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പ്രതീക്ഷയൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ആയിരിക്കുന്ന ആ വ്യക്തികളെക്കുറിച്ച്. പക്ഷേ അവർ ഈ ട്രാജഡിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അവരെത്രത്തോളം ദൈവത്തിൽ ആശ്രയിച്ച് അവർക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ദുരന്തവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥയും കടന്നു പോകുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. എന്നുവെച്ചാൽ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഈ ഒരു സമയത്ത് അവരെ കൈപിടിച്ച് നടത്തുന്നത്. അപ്പോൾ ഈ ട്രാജഡിയൊക്കെ ഉണ്ടായ അവസ്ഥയിലും ഒരുപക്ഷെ ദൈവത്തെ അവർ കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ടാകും, ദൈവത്തിന് എന്നെക്കൊണ്ട് ഇത് നടക്കത്തില്ല, ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് കരകയറാനായിട്ട് എന്നെക്കൊണ്ട് മാത്രം നടക്കത്തില്ല, ദൈവത്തിൻ്റെ സഹായം വേണം. അതിന് അവർക്ക് കൊച്ചുനാൾ മുതൽ അവർക്ക് ലഭിച്ച വിശ്വാസം അവരെ സഹായിച്ചിട്ടുണ്ടാകും. നിരവധി പേരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരുപക്ഷെ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും അവരുടെ വിശ്വാസം കണ്ടിട്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഹോപ്പും ഇല്ലാതെ ജീവിതത്തിൽ തകർന്നു പോകാൻ പറ്റിയൊരവസ്ഥയിൽ നിന്ന് എങ്ങനെ ഇവർക്ക് ഇപ്പോഴും ദൈവത്തെ വിശ്വാസം അർപ്പിച്ച് ദിവസം കുർബാനയ്ക്ക് വരാൻ പറ്റുന്നുണ്ടെന്ന്. അത് സത്യം പറഞ്ഞാൽ അതിനവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊച്ചുനാൾ മൂലം കിട്ടിയ ആ ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാം നമുക്ക്. ഇപ്പോൾ കൊച്ചുനാൾ മുതലേ കിട്ടിയതെന്ന് പറഞ്ഞില്ല. അപ്പം ഇപ്പോൾ കുറേയൊക്കെ ഞാൻ കോൺവെൻറ്റ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം അവിടെയൊക്കെ എന്ന് പറയുമ്പം കുറേയൊക്കെ നമ്മളെ സിസ്റ്റേഴ്സ് പറയും പള്ളിയിൽ പോകണം, എന്നാ വരാത്തെ, പള്ളിയിൽ പോകണം, അങ്ങനത്തെ എപ്പോഴും പള്ളിയിൽ പോകണം എന്നൊരിത് പറയും. പക്ഷേ ഞങ്ങൾ എന്തോ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ പള്ളിയിൽ പോകുക എന്ന് പറയണത് നമുക്ക് സ്വയം തോന്നി നമ്മുടെ ഒരു ആത്മാർത്ഥതയും കൊണ്ട് പോകുന്ന ഒരു, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അല്ലാണ്ട് എക്സ്റ്റേണലായിട്ട് ഒരാൾ വന്ന് ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടാണോ നമ്മൾ പള്ളിയിൽ പോകുന്നത്? അതെപ്പോഴും അതൊരു തർക്കമായി മാറാറുണ്ട്. പക്ഷെ ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, അങ്ങനത്തെ ഒരു വഴി ഒരാൾ കാണിച്ച് തന്നില്ലെങ്കിൽ നമുക്ക് വഴിയുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു. അപ്പം അതെങ്ങനെയാണ് ശരിക്കും ഒരാൾ നമ്മളെ ഫോഴ്സ് ചെയ്ത് നമ്മളെ പള്ളിയിൽ പോകുന്നത്? ഇസ് ദാറ്റ് ഓക്കെ? അതോ നമ്മളായിട്ട് ഭയങ്കര ഊർജ്ജസ്വലമായി എണീറ്റ് അങ്ങനെയാണോ പള്ളി? രണ്ട് രീതിയും നല്ലതാണ്. പക്ഷേ എനിക്കിപ്പം അഞ്ജന പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അഞ്ജനയ്ക്ക് സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു കാര്യമാണെങ്കിൽ ആ നല്ല കാര്യം മറ്റുള്ളവർക്കും
പകർന്നു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരോടും അത് പറഞ്ഞ് അവർക്കും ഷെയർ ചെയ്യാനായിട്ട് നല്ലൊരു കൂട്ടുകാരിയാണെങ്കിൽ അഞ്ജനയെ ശ്രമിക്കത്തില്ലേ? ഉറപ്പായിട്ടും. പിന്നെ കുട്ടിക്കാലത്ത് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ പറയാതെ ഒരു കൊച്ചും പള്ളിയിൽ പോകത്തില്ല. അതുകൊണ്ട് കുട്ടികളായിരിക്കുന്ന അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ആരുടെയും ഫോഴ്സ് ഇല്ലാതെ ആരും പള്ളിയിൽ പോകത്തില്ല. മാതാപിതാക്കൾ അവരെ പറഞ്ഞു വിടണം. അതുകൊണ്ട് അവിടെ നമ്മൾ ഒന്നും നോക്കണ്ട. പിന്നെ നമുക്ക് ഒരു റീസൺ എന്ന് വെച്ചാൽ നമുക്കൊരു 10-15 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നീട് അവന് അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ആ സമയത്ത് നമ്മളെ സ്വാധീനിക്കുന്ന ആരാണ്? നമ്മുടെ പിയർ ഗ്രൂപ്പ്സാണ് അല്ലേ? ഉറപ്പായിട്ടും ഇപ്പം നമ്മുടെ കൂട്ടുകാരന്മാരെങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരികളൊക്കെ എങ്ങനെ ജീവിക്കുന്നു, അതനുസരിച്ച് ജീവിക്കാൻ നമ്മളും ആഗ്രഹിക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം അഞ്ജന പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ അപ്പം അഞ്ജനയുടെ കൂട്ടത്തിൽ അഞ്ജനയ്ക്ക് മറ്റുള്ളവരെ അതുപോലെ തന്നെ പ്രഷർ ചെയ്യാനായിട്ട്, വെച്ചാൽ പള്ളിയിൽ പോയിട്ട് പ്രഷർ ചെയ്യാനായിട്ട് അങ്ങനെ നല്ല കാര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാമല്ലോ. പുതിയൊരു വീക്ക് തുടങ്ങുമ്പം ഫസ്റ്റ് എടുക്കുന്ന ഒരു റെസൊല്യൂഷൻ ആയിരിക്കും എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. കാരണം തൊട്ടടുത്ത് ചാപ്പലുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പം നമ്മൾ പള്ളിയിൽ പോയി നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളവരെ, എനിക്ക് എന്തോ ഭയങ്കര എന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്ത ഒരാളുണ്ടായിരുന്നു. വല്ലാണ്ട് ഹേർട്ട് ചെയ്തു. ഞാൻ ഒരു രീതി എനിക്കതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അപ്പം ചെന്നിങ്ങനെ പ്രാർത്ഥിക്കും, എങ്ങനെയെങ്കിലും അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റണേ, എങ്ങനെയെങ്കിലും. കാരണം അത് നമ്മൾ ആരാ ജഡ്ജ് ചെയ്ത് മാറ്റി നിർത്താൻ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെയൊക്കെ ഒരാഴ്ച പോയി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓൾ ഡീൽ ഓക്കെ ആവുന്നു. പക്ഷേ എനിക്ക് ആ വ്യക്തിയോടുള്ള ദേഷ്യം, ഇറിറ്റേഷനൊക്കെ കൂടുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ആലോചിക്കും, നമ്മളപ്പം പള്ളിയിൽ പോയിട്ട് അതെന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ കൂടുന്നത്? അതോ നമ്മൾ എന്നെ ശാന്തമാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദൈവം തരുന്ന പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യും. അഞ്ജന ചെയ്ത രീതി കറക്റ്റാണ്. എന്ന് വെച്ചാൽ ആ ആളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതാണ് കറക്റ്റായിട്ടുള്ള വഴി. പിന്നെ എന്തെങ്കിലും വീണ്ടും വെറുപ്പ് ആ വ്യക്തിയിലുണ്ടായി, കൂടുതലുണ്ടായി. പള്ളിയിൽ പോകാൻ തുടങ്ങി, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ആലോചിക്കും, നമ്മളിന്ന് ശാന്തമാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സിറ്റുവേഷൻസ് ഇട്ട് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷെ ചിലപ്പം നമ്മളിപ്പം അഞ്ജന പള്ളി പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ വെറുപ്പ് കൂടത്തില്ല എന്നുള്ള ചിന്തയുണ്ടോ? നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എപ്പോഴും ഇരുന്ന് ചിന്തിക്കും, ഒരു പക്ഷേ അതിലും കൂടുതലും വെറുപ്പ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിലോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സാത്താൻ ഏറ്റവും കൂടുതലും പ്രലോഭിപ്പിക്കാൻ സാധ്യതയുള്ള ആരെയാണെന്നറിയാമോ? അത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെയാണ്. അപ്പോഴേക്കും കുറച്ചുകൂടി അവൻ ആവശ്യമുള്ളത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെയാണ്. അപ്പം ആ സമയത്ത് ചിലപ്പം അഞ്ജന പള്ളിയിൽ പോയപ്പോഴേക്കും സാത്താനായിരിക്കണം വെറുപ്പ്. എപ്പോഴും സാത്താൻ എന്നുള്ളതാണ്, ദൈവത്തിൽ നിന്നുള്ളതല്ല വെറുപ്പ് അല്ല. അപ്പം സാത്താൻ കുറേ കൂടി പ്രലോഭിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അഞ്ജന അതിന് വീട് പോയതായിരിക്കാം. അപ്പം നമ്മളെങ്ങനെ അറിയുന്നത്? ഇപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം എനിക്കിപ്പോഴും എൻ്റെ കയ്യിലൊരു വചനപ്പെട്ടിയുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ കുഞ്ഞിലെ തൊട്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ കണ്ടുവരുന്നതാണ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം എടുത്തിട്ട് ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും ഇങ്ങനെ പോകും. അപ്പം ഞാൻ ആലോചിക്കും, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അപ്പോൾ കറക്റ്റ് ദൈവം വന്ന് നമുക്ക് കറക്റ്റ് ഒരു വചനം എടുത്ത് അങ്ങനെയൊക്കെ തരുന്നെങ്കിൽ. അപ്പം ശരിക്കും ഈ വചനപ്പെട്ടിയുടെ മെക്കാനിസം എന്താ? അപ്പം നമ്മൾ ഭാഗ്യത്തിൻ്റെ പുറത്ത് അത് എടുക്കുന്ന ഒരു കാര്യമായിരിക്കാം ഈ വചനപ്പെട്ടിയിൽ നിന്ന് എടുക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ ആ വചനത്തിന് പവറുണ്ട്, അതിന് ശക്തിയുണ്ട്. അപ്പം ആ ശക്തി ഒരു പക്ഷേ ഇപ്പം അത് കണ്ട് അഞ്ജനയുടെ കൂട്ടുകാരി ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും, പോസിറ്റീവ് മൈൻഡോടുകൂടി പോവുക. അവൾ കാണുന്ന എല്ലാ കാര്യത്തിനോടും അവൾക്ക് പോസിറ്റീവ് ആയിരിക്കും. അപ്പം അങ്ങനെ നല്ലൊരു പോസിറ്റീവ് കാര്യം ദൈവത്തിന് ഈ വചനത്തിലൂടെ ഒരാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അതും ദൈവത്തിൻ്റെ പ്രവർത്തനമല്ലേ? അപ്പോഴേക്കും അത് നല്ലൊരു കാര്യം വെച്ചാൽ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രാധാന്യമുണ്ട് കേട്ടോ. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം പ്രത്യേകം പറയുന്നുണ്ട്, മിശിഹ തന്നെയാണ് ഈ വചനം. അപ്പം ആ മിശിഹായുടെ അനുയായികളാണ് നമ്മളെല്ലാവരും. വചനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് കുറേയൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? നമ്മൾ ഈ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇപ്പം ചിലതൊക്കെ നമുക്ക് തോന്നൂല, എന്തോ പെട്ടെന്ന്. ഇപ്പം ഞാനൊക്കെ എന്തിനേലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എന്തോ തോന്നും, അഞ്ചു അത് വേണ്ട, ചെയ്യണ്ട, അങ്ങനത്തെ എന്തോ ഒരു ഇടയ്ക്ക് വല്ലപ്പോഴും. പക്ഷെ അത് കറക്റ്റായിരിക്കും, എന്തോ നമ്മളെ എന്തിൽ നിന്നോ രക്ഷിച്ച് അങ്ങ് കൊണ്ടുപോകുന്നൊരു ഫീലാണ്. പക്ഷെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ ഇത് ദൈവത്തിൻ്റെ ഒരു തോട്ടാണോ അതോ നമ്മളെ സാത്താൻ പ്രലോഭിപ്പിക്കുന്നതാണോ. നമ്മൾ ആ നടുക്ക് കിടന്നുള്ളൊരു നമ്മുടെ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഇതൊക്കെ നമ്മളെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അങ്ങനത്തെ ഒരു
അപ്പം ഈ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു ഇതുമില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ തനിയെ ഇന്ന് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് നിൽക്കുവാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് കുറച്ചുകൂടി നമ്മൾ ഇതിനകത്ത് കുറച്ചുകൂടി നമ്മൾ വീണ് പോകത്തേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കുമ്പസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ കുമ്പസാരത്തിൽ യഥാർത്ഥത്തിൽ പാപം തന്നെ ഏറ്റുപറയണമെന്നില്ല. നമുക്കുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഏറ്റുപറയുന്നതിൽ ഒരു തെറ്റില്ല. കാരണം അവിടെ ഇരിക്കുന്നത് കാരുണ്യവാനായ ദൈവമാണ്. അച്ഛനെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അച്ഛനെയല്ല, കാരുണ്യവാനായ ദൈവമാണ്. ദൈവത്തിന് ആ സമയത്ത് നമ്മിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, കുമ്പസാരത്തിന് ശേഷം നമ്മൾ ഒരു വരപ്രസാദത്തിലാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ആ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഒക്കെ കാണാൻ സാധിക്കും. ചിലപ്പം അതിൻ്റെ പുറകിലുള്ള ദൈവിക പദ്ധതി. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സക്കറിയയുടെ വചനം നമ്മൾ കേട്ടു. സക്കറിയയ്ക്ക് കിട്ടിയ സ്നാപയോവനാന് കിട്ടിയ അറിയിപ്പിൻ്റെ വചനം നമ്മൾ കേട്ടു. സക്കറിയയെ അത് സംശയിച്ച് കഴിഞ്ഞാൽ ഈ സ്നാപയോവനാൻ്റെ ജനത്തിന് സംശയിച്ച് കഴിഞ്ഞിട്ട് അവന് മൂകത നൽകുമെന്നാണ് പറയുന്നത്. ഒരു ശാന്തത നൽകുക. പക്ഷേ ഈ ശാന്തത അവന് തീരുന്നത് സ്നാപയോവനാന്റെ ജനത്തിന് ശേഷമാണ്. അപ്പം ഇങ്ങനെ ആ മൂകത കൊടുത്തത് ആ മാലാഖ പറഞ്ഞതിൽ വിശ്വസിക്കാത്തോണ്ടാണോ അതോ അവനെ ചിലപ്പോൾ ദൈവിക പദ്ധതി മനസ്സിലാക്കാനുള്ളൊരു ശാന്തതയ്ക്ക് ദൈവം കൊടുത്ത സമയമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരുപാട് നേരമായി ഇരുന്ന് സംസാരിക്കുന്നത്. പക്ഷെ നല്ലൊരു ഇതായിരുന്നു. ബിക്കോസ് എപ്പോഴും ഉള്ളത് പറയാം, കുറേ സംശയങ്ങൾ നമുക്ക് വരും. പ്രത്യേകിച്ച് നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കേണ്ട. കാരണം നമ്മൾ ഈ ഒരു യങ് ലൈഫിലാണല്ലോ ഇതിനൊക്കെയുള്ളൊരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് പോയാലാണല്ലോ മുന്നോട്ട് വരത്തുള്ളൂ. അപ്പം ഒരുപാട് ഡൗട്ട് ക്ലിയറായി ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. അപ്പം ഇനി എന്താണ് പട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയൂ. എക്സൈറ്റഡ് ആണോ? എങ്ങനെയാണ് കാര്യങ്ങൾ? ഉറപ്പായിട്ട് എക്സൈറ്റഡ് ആണ്. 12 വർഷം നമ്മൾ ആഗ്രഹിച്ച് നേടിയതല്ലേ. എൻ്റെ പട്ടം ഈ വരുന്ന ഡിസംബർ 29-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:15 തത്തമ്പള്ളി, എൻ്റെ ഇടവകയായ തത്തമ്പള്ളി സെൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിൽ വെച്ചാണ്. അഭിമന്യ ജോസഫ് പെരുന്നോട്ടം മെത്രാപ്പോലിത്തയാണ് പട്ടം നൽകുന്നത്. അപ്പം ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ പ്രാർത്ഥന പ്രത്യേകം ഞാൻ ക്ഷണിക്കുന്നു കേട്ടോ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. അച്ഛൻ ആൾക്കാരെ കയറുമ്പോൾ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നല്ലൊരു ലൈഫായിരിക്കട്ടെ. കാരണം ഇടവക അച്ഛനായിട്ടാണ് പോകുന്നത്. അപ്പം ഓഫ് കോഴ്സ് കുറേ ചാലഞ്ചസ് ഉണ്ടാവും. അതെല്ലാം ഫേസ് ചെയ്യാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് തരട്ടെ. എല്ലാം നന്നായിട്ട് വരട്ടെ. താങ്ക് യു.